Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ സെക്കൻഡ് പാർട്ടായ ടൈപ്സ് ഓഫ് എൻ്റർപ്രണേഴ്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണേഴ്സ്, റോൾസ് ഓഫ് എൻ്റർപ്രണേഴ്സ്, വുമൺ എൻ്റർപ്രണർ, വാട്ട് ആർ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ എൻ്റർപ്രണേഴ്സ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഓഫ് വുമൺ എൻ്റർപ്രണേഴ്സ്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, what are the types of entrepreneurs? Different types of entrepreneurs ഉണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഓൺ ദി ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ തന്നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് എൻ്റർപ്രണേഴ്സ്, ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സ്, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ, കോർപ്പറേറ്റ് എൻ്റർപ്രണർ ആൻഡ് അഗ്രികൾച്ചറൽ എൻ്റർപ്രണർ. ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഡിസ്കവർ ആൻ ഐഡിയ ആൻഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടെത്തുകയും തുടർന്ന് ആ കോൺസെപ്റ്റിന് ഒരു ജന്മം നൽകാൻ ഒരു ബിസിനസ് നിർമ്മിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ബിസിനസ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രേഡിംഗ് എൻ്റർപ്രണർ, ട്രേഡിംഗ് ബിസിനസ് ഓൺലി. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് ഈ ട്രേഡിംഗ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അതായത് നിർമ്മിച്ച സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, ഉൽപ്പാദന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ ഏറ്റെടുക്കേണ്ട സാധ്യതയുള്ള മാർക്കറ്റിനെ കുറിച്ച് അദ്ദേഹം തിരിച്ചറിയുകയും അതിലൂടെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യകതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അത്തരം ഒരു ഓൺട്രപ്രണേഴ്സാണ് ഈ പറയുന്ന ട്രേഡിംഗ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് അതൊക്കെ ഏറ്റെടുക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യകതകളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും അദ്ദേഹം തിരിച്ചറിയുകയും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായിട്ട് സാധനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഓൺട്രപ്രണർ അഥവാ കമ്പനി ഓൺട്രപ്രണർ. കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഓൺട്രപ്രണർ സംഘടിപ്പിക്കുന്നതിലും അത് കൈകാര്യം ചെയ്യുന്നതിലും അവൻ്റെ പുതുതായിട്ടുള്ള വൈദഗ്ധ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതുതായിട്ടുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിളകൾ വളർത്താൻ, അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ, പിന്നെ രാസവളങ്ങൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ മറ്റ് ഇൻപുട്ടുകൾ എന്നിവ പോലുള്ള കാർഷിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് ഈ പറയുന്ന അഗ്രികൾച്ചറൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓൺ ദി ബേസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജീൻ്റെ കേസിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഓൺട്രപ്രണർ, നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഓൺട്രപ്രണർ. ഈ ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങേയറ്റം ചുമതലയുള്ളവരായിരിക്കും. അവർ ഹാൻഡിക്രാഫ്റ്റ് വിദഗ്ധരാണ് എന്നാണ് പറയുന്നത്. അവരുടെ ക്രാഫ്റ്റ്മാന് കാരണം അവർ പുതുതായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതും അതുപോലെ തന്നെ മെച്ചപ്പെട്ടതുമായിട്ടുള്ള ഗുഡ്സും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരം വികസിപ്പിക്കുന്നതും ഈ ഒരു ഓൺട്രപ്രണേഴ്സാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനേക്കാൾ അവർ പ്രൊഡക്ഷനിലുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷനാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹാൻഡിക്രാഫ്റ്റ് വിദഗ്ധരാണ്. അതുമാത്രമല്ല അവരുടെ ക്രാഫ്റ്റ് ചെയ്ത വർക്ക് പുതുതായിട്ടുള്ളതും അതുപോലെ തന്നെ മെച്ചപ്പെട്ടതുമായിട്ടുള്ള ഗുഡ്സ്, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആയിരിക്കണം. അത് ഡെവലപ്മെൻറ്റിന് അനുസരിച്ചുള്ളതായിരിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനേക്കാൾ അവർ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് എന്തിനാണ്? ഉൽപ്പാദനത്തിനാണ്, അഥവാ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഓൺട്രപ്രണേഴ്സിന് പ്രൊഡക്ഷൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ വശങ്ങളിലുമായിട്ട് ബന്ധമുണ്ടാവില്ല. അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് അവർ മാർക്കറ്റിംഗ് ടെക്നോളജികളും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻസ് സ്ട്രാറ്റജീസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത്തരം ഓൺട്രപ്രണേഴ്സാണ് നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ് യൂണിറ്റ് ആരംഭിക്കുന്നു.
ഒരു പേഴ്സണാണ് ഈ പറയുന്ന പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബിസിനസ് ദീർഘകാലത്തേക്കുള്ളൊരു ബിസിനസ് ആയിരിക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഇതിലൊരുക്കുന്ന ഒരു ബിസിനസ് പ്രോജക്റ്റ് ആയിരിക്കും ഈ പറയുന്ന പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ഉള്ളത്. പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കില്ല അവിടെ തുടരുന്നത്, ഷോർട്ട് ടേം ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കും തുടരുന്നത്. അങ്ങനത്തെ ഓൺട്രപ്രണേഴ്സിനാണ് ഈ പറയുന്ന പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദി ബേസ് ഓഫ് മോട്ടിവേഷൻ. ഓൺ ദി ബേസ് ഓഫ് മോട്ടിവേഷൻ്റെ കേസിൽ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്യുവർ ഓൺട്രപ്രണേഴ്സും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സും മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സും സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സും. എന്താണ് ഈ പ്യുവർ ഓൺട്രപ്രണേഴ്സ്? പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ മനഃശാസ്ത്രപരവും സാമ്പത്തികവുമായ പ്രതിഫലങ്ങളാൽ മോട്ടിവേറ്റഡ് ആയ ഒരു ഓൺട്രപ്രണറാണ് ഈ പറയുന്ന പ്യുവർ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് വ്യക്തിപരമായുള്ള സംതൃപ്തി അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊസിഷൻസ് എന്നിവയ്ക്കായിട്ട് അദ്ദേഹം ഒരു ബിസിനസ്സിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ആരംഭിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ്. ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് നൽകുന്ന ഹെൽപ്പ് അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ മുതലായവ കാരണം ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ. എന്തെങ്കിലും ഒരു കാര്യം സ്വയം പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ അതിന് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന പുതുതായിട്ട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് അവരെ പറയുന്നതാണ് ഈ പറയുന്ന മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സെൽഫായിട്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻസ് അതൊരു ഇന്നൊവേറ്റീവ് ആയുള്ള എൻട്രപ്രണേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ഇന്നൊവേറ്റീവായ എൻട്രപ്രണേഴ്സിനെ പറയുന്നതാണ് മോട്ടിവേറ്റഡ് എൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ ഉപയോഗത്തിനായിട്ട് ചില പുതുതായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ അത് നിർമ്മിക്കാനും അതുപോലെ തന്നെ അത് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നതിനുമുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർ ഒരു ഓൺട്രപ്രണേഴ്സ് ആരംഭിക്കുകയും ആ ഒരു സ്പെസിഫൈഡ് ആയുള്ള ഘട്ടത്തിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് അവരെ കൂടുതലായിട്ട് മോട്ടിവേറ്റഡ് ആക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്പോണ്ടേനിയസ് മോട്ടിവേഷൻസ്. സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ്. എന്താണ് ഈ സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ? സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ സ്വാഭാവിക കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് അത് എന്താണ് ആ സ്കിൽസിൽ നിന്ന് തന്നെ എന്താണ് അവർ ബിസിനസ് ആരംഭിക്കുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകളിൽ നിന്ന് തന്നെ അവരെന്താണ് ബിസിനസ് ഡെവലപ്പ് എടുക്കുക. അപ്പോൾ അത്തരം ഓൺട്രപ്രണേഴ്സാണ് ഈ പറയുന്ന സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസ് ഓഫ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓൺ ദ ബേസ് ഓഫ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഡിവൈഡഡ് ഇൻറ്റു 3 കാറ്റഗറി. ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ്, മോഡേൺ ഓൺട്രപ്രണേഴ്സ് ആൻഡ് ക്ലാസിക്കൽ ഓൺട്രപ്രണേഴ്സ്. എന്താണ് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ? ഈ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പുതുതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഉപയോഗിച്ച് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ആരംഭിക്കുന്നത് ഈ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ് ആണ്. നെക്സ്റ്റ് മോഡേൺ ഓൺട്രപ്രണേഴ്സ്. മോഡേൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മോഡേൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിലെ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റുകൾക്കൊപ്പം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് ഈ പറയുന്ന മോഡേൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിക്കൽ ഓൺട്രപ്രണേഴ്സ്. ക്ലാസിക്കൽ ഓൺട്രപ്രണേഴ്സിന് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറകളായിട്ട് കൈകാര്യം ചെയ്തു വരുന്ന ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഫാമിലി ആയിട്ട് തന്നെ ഒരു എൻ്റർപ്രൈസ് ഉള്ള ആളുകളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി തന്നെ എന്താണ് ഫുള്ളി ഓൺട്രപ്രണേഴ്സ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വ്യക്തിത്വമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അത്തരം പേഴ്സൺസിനെ നമുക്കറിയാം, മുകേഷ് അംബാനി, അനിൽ അംബാനി പോലുള്ള വ്യക്തികൾ. നെക്സ്റ്റ് classification on the basis of entrepreneurship activities. There are the 3 activities: novice, serial entrepreneurs, portfolio entrepreneurs. ഈ നൊവൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപകന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അനന്തരാവകാശി അല്ലെങ്കിൽ ഒരു ബിസിനസ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് എക്സ്പീരിയൻസ് അപ്പോൾ അങ്ങനെ പുതുതായിട്ട് വരുന്നൊരു ഓൺട്രപ്രണറിയൽ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ മുമ്പത്തെ ബിസിനസ്സിലുള്ള ഓണർഷിപ്പുമായിട്ട്
റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നൊവൈസ് എന്ന് പറയുന്ന ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നൊവൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സ്ഥാപകന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അനന്തരാവകാശിയായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ നിലകളിലാണ് പുതുതായിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ മുമ്പത്തെ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ്, അതുമായിട്ടുള്ള പരിചയം, ഇതൊക്കെയുള്ളൊരു വ്യക്തിയെ പറയുന്ന പേരാണ് നൊവൈസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീരിയൽ ഓൺട്രപ്രണർ. ഈ സീരിയൽ ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ ഒരു യഥാർത്ഥ ബിസിനസ് അത് വിൽക്കുകയോ അടയ്ക്കുകയോ ചെയ്ത ഒരു വ്യക്തിയെയാണ് ഈ സീരിയൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സീരിയൽ ഓൺട്രപ്രണേഴ്സ് മറ്റൊരു പുതുതായിട്ടുള്ള ബിസിനസ് സ്ഥാപിക്കുകയും ആ ബിസിനസ് പിന്നീട് വിൽക്കുകയും ചെയ്യുന്ന ഒരു സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ആണ് ഈ ഒരു സീരിയൽ ഓൺട്രപ്രണേഴ്സിൽ നടക്കുന്നത്. നെക്സ്റ്റ് പോർട്ട്ഫോളിയോ ഓൺട്രപ്രണേഴ്സ്. പോർട്ട്ഫോളിയോ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യഥാർത്ഥ ബിസിനസ് നിലനിർത്തുകയും അത് പാരമ്പര്യത്തിലൂടെ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് മോഡേൺ ആയിട്ടുള്ള ബിസിനസ്സുകളുടെ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്ന ഒരു പേഴ്സണെ പറയുന്ന പേരാണ് ഈ പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറൽ ക്ലാസിഫിക്കേഷനായിട്ട് ഫസ്റ്റ് പറയുന്നത് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണർ, സെക്കൻഡ് വൺ അഡോപ്റ്റീവ് ഓൺട്രപ്രണർ, ദെൻ ഫാബിയൻ ഓൺട്രപ്രണർ, ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. എന്താണ് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്? ഈ ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് നമ്മുടെ ഓൺട്രപ്രണേഴ്സിൻ്റെ അവരുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ ശേഖരിക്കുന്നതിലും കളക്ട് ചെയ്യുന്നതിലും ബിസിനസ്സിൻ്റെ അഭിവൃദ്ധി പ്രാപിപ്പിക്കാൻ പുതുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലും വളരെ ശക്തരാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ഉയർന്ന തരത്തിലുള്ള റിസ്ക് അത് നേരിടുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ്. അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് നമ്മൾ ഇമിറ്റേറ്റിംഗ് ഓൺട്രപ്രണേഴ്സ് എന്നും പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് സൃഷ്ടിച്ച ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ന്യൂ ആക്സെപ്റ്റുകൾ അല്ലെങ്കിൽ ന്യൂ റിസീവുകൾ ഈ ഒരു ന്യൂ ആക്സെപ്റ്റുകൾ തയ്യാറാക്കുന്ന ഒരു പേഴ്സണാണ് ഈ പറയുന്ന അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു? പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ സൃഷ്ടിച്ച് അത് വിജയകരമാക്കാനും അല്ലെങ്കിൽ അത് സക്സസ്ഫുള്ളായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആക്സെപ്റ്റുകൾ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് അതുപോലെ തന്നെ ഇതൊക്കെ തയ്യാറാക്കുന്ന ഒരു ഓൺട്രപ്രണേഴ്സാണ് ഈ പറയുന്ന അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഈ അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് കോൺസെപ്റ്റുകൾ അനുകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതുമയുള്ള ഓൺട്രപ്രണേഴ്സുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഓൺട്രപ്രണേഴ്സിന് കുറഞ്ഞ റിസ്കുകളും അതുപോലെ തന്നെ കുറഞ്ഞ റിസ്കുകളും ഇതൊക്കെയാണ് ഇവർ നേരിടുന്നത്. നെക്സ്റ്റ് ഫാബിയൻ ഓൺട്രപ്രണേഴ്സ്. ഫാബിയൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാബിയൻ ഓൺട്രപ്രണേഴ്സ് പാരമ്പര്യമായിട്ട് തന്നെ ജാഗ്രത പുലർത്തുന്ന ഒരു ഓൺട്രപ്രണേഴ്സാണ്. അവർ എല്ലായ്പ്പോഴും ജാഗ്രത മെയിൻറ്റെയിൻ ചെയ്യുകയും പുതുതായിട്ടുള്ള ചേഞ്ചസ് അവതരിപ്പിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ഓൺട്രപ്രണറാണ് ഈ ഫാബിയൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് ഓൺട്രപ്രണേഴ്സ് റിസീവ് ചെയ്യുന്ന പുതിയതായിട്ടുള്ള മെത്തേഡ്സ് ഇതൊക്കെ എന്താണ് ഈ ഒരു ഫാബിയൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഓൺട്രപ്രണേഴ്സ് അവരുടെ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ഫങ്ഷനിലും മെത്തേഡ്സിലും ഒരു മാറ്റവും ഒരിക്കലും അനുവദിക്കുന്നില്ല. അവർ ഒരിക്കലും പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ മാത്രമല്ല റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇങ്ങനത്തെ ഓൺട്രപ്രണേഴ്സിനെയാണ് നമ്മൾ ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. ഒരു ഓൺട്രപ്രണറിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ റിസ്ക് ബിയറിംഗ് ഫങ്ഷൻ. ഈ റിസ്ക് ബെയറിംഗ് ഫങ്ഷനിൽ റിസ്ക് ബെയറർ എന്ന നിലയിൽ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ ഫങ്ഷൻസ് ആ ഫങ്ഷൻസിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകതയാണ് ഈ പറയുന്ന റിസ്ക് ബെയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഉൽപ്പാദന രീതികൾ പുതുതായിട്ട് വരുന്ന കണ്ടുപിടുത്തങ്ങൾ എന്നിവ കാരണം ഉണ്ടാകുന്ന ബിസിനസ്സിൻ്റെ എല്ലാ റിസ്കുകളും അത് ഈ ഓൺട്രപ്രണേഴ്സാണ് അനുമാനിക്കുന്നത്. അതുമാത്രമല്ല അത്തരം റിസ്കുകൾ ഇൻഷ്യൂർ ചെയ്യാനാകാത്തും
ആക്കാത്തതുമാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതുമാണ്. അപ്പോൾ അതും ഇറ്റ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്തരം റിസ്കുകളെ നഷ്ടത്തെക്കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ അൺസർട്ടൈനിറ്റി ഓഫ് ലോസ് അല്ലെങ്കിൽ അൺസർട്ടൈനിറ്റി കൺസേണിങ് എ ലോസ് എന്നാണ് വിളിക്കുന്നത്. ഈ പറയുന്ന അപകട സാധ്യതകൾ അല്ലെങ്കിൽ റിസ്കിൽ വരുന്ന ലോസുകളെ അതിന് നമ്മൾ എന്താ പറയുന്നത്, അൺസർട്ടൈനിറ്റി കൺസേണിങ് എ ലോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഓർഗനൈസേഷണൽ ഫങ്ഷൻ. ഈ ഓർഗനൈസേഷണൽ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസർ എന്ന നിലയിൽ ഓൺട്രപ്രണേഴ്സിനെയും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസിങ് ഫങ്ഷനെയും ജെ ബി സേ പറയുന്നത് ഇങ്ങനെയാണ്. ഓൺട്രപ്രണർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ വിവിധ കോമ്പണൻസ് ഒരുമിച്ച് കൊണ്ടുവരുന്നു. അത് മാത്രമല്ല തുടർച്ചയായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അതിൻ്റെ റിസ്ക് വർദ്ധിപ്പിക്കുന്നു, പ്രവർത്തനങ്ങൾ കൂട്ടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഓർഗനൈസേഷൻ ഫങ്ഷനെ ഓൺട്രപ്രണേഴ്സുമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ കോർഡിനേഷൻസ്, അത് ഓർഗനൈസേഷൻ്റെ വലിയ തരത്തിലുള്ളൊരു മേൽനോട്ടം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇന്നൊവേറ്റീവ് ഫങ്ഷൻ. ഈ ഇന്നൊവേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസിനായിട്ട് പുതുതായിട്ടുള്ള പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ സർവീസുകൾ, കോൺസെപ്റ്റുകൾ, ഇൻഫർമേഷൻസ് എന്നിവ നവീകരിക്കുക എന്നാണ് ഒരു ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്ന അടിസ്ഥാന പ്രവർത്തനം അല്ലെങ്കിൽ അടിസ്ഥാനമായുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു പുതുമ എന്ന നിലയിൽ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സാധ്യതയെ മുൻകൂട്ടി കാണുകയും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അദ്ദേഹം എല്ലായ്പ്പോഴും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുമുണ്ട്. നെക്സ്റ്റ്, മാനേജീരിയൽ ഫങ്ഷൻ. ഈ മാനേജീരിയൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ വരുന്ന അതിൻ്റെ ഒബ്ജക്റ്റ് നിർണ്ണയിക്കുക. ഒരു ബിസിനസ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അതിൽ പറയുന്നത് എന്താണ്, അതിൻ്റെ ഗോൾസ് നിർണ്ണയിക്കുക. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ പദ്ധതികൾ രൂപപ്പെടുത്തുക. അതുപോലെ പ്രോഡക്ട്സ് എക്സ്പ്ലനേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിസർച്ച്, അതുപോലെ സെയിൽസ് പ്രൊക്യൂറിങ് മെഷീനും അതുപോലെ തന്നെ മെറ്റീരിയലും, അതുപോലെ തന്നെ മാൻ പവർ റിക്രൂട്ട്, ഇതൊക്കെ ചെയ്യുക. അതുമാത്രമല്ല ഒരു ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നിങ്ങനെ വിവിധ തരമുള്ള മാനേജർ ഫങ്ഷൻസുകൾ ഒരു ഓൺട്രപ്രണേഴ്സ് നിർവഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ബിസിനസ്സിലെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ പദ്ധതികൾ രൂപപ്പെടുത്തുക, അതുപോലെ തന്നെ പ്രോഡക്റ്റ് വിശകലനം ചെയ്യുക, പിന്നെന്താണ് മാർക്കറ്റ് റിസർച്ച്, സെയിൽസ് പ്രൊക്യൂറിങ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മാൻ പവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക, ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റീസുകളും ഏറ്റെടുക്കുക എന്നിങ്ങനെയുള്ള വിവിധ തരം മാനേജർ ഫങ്ഷൻസുകളാണ് ഒരു ഓൺട്രപ്രണേഴ്സ് നിർവഹിക്കുന്നത്. നെക്സ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻ. ഒരു ഓൺട്രപ്രണേഴ്സ് നിർവഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എൻ്റർപ്രൈസിൻ്റെ വിവിധ മേഖലകളിൽ അഥവാ വിവിധ ഘട്ടങ്ങളിൽ ഡിസിഷൻസ് എടുക്കുക എന്നതാണ്. ഇവിടെ എൻ്റർപ്രൈസിൻ്റെ എല്ലാ ഫങ്ഷനുകളുടെയും തീരുമാനമെടുക്കുന്നയാൾ എന്ന് പറയുന്നത് ഓൺട്രപ്രണേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റിസർച്ചിൻ്റെ കേസിൽ പറയുന്നത് ഒരു ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റിൻ്റെ അന്തിമ രൂപം നൽകുന്ന ഇത് ഒരു ഓൺട്രപ്രണർ ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ അതിൽ പറയുന്നത് ഇൻ അതർ വേർഡ്സ് എൻ ഓൺട്രപ്രണേഴ്സ് ഫൈനലൈസ് എൻ ഐഡിയ ഓൺലി ആഫ്റ്റർ കൺസിഡറിങ് എ വെറൈറ്റി ഓഫ് ഒപ്പീനിയൻസ് അതുപോലെ അനലൈസിങ് ദയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ബൈ അപ്ലൈയിങ് ദ അനലറ്റിക്കൽ ടെക്നിക്സ്, ടെസ്റ്റിംഗ് ദയർ അപ്ലിക്കബിലിറ്റി, അതുപോലെ തന്നെ സപ്ലിമെൻറ്റിംഗ് ദം വിത്ത് എംപിറിക്കൽ ഫൈൻഡിങ്സ് ആൻഡ് ദം ചൂസിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കണ്ടെത്തലുകൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ തുടർന്ന് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ആൾട്ടർനേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് ശേഷമാണ് നമ്മുടെ ഓൺട്രപ്രണേഴ്സിൻ്റെ റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജീരിയൽ സ്കിൽസ്. ഒരു ഓൺട്രപ്രണറിൻ്റെ ജോലിയിൽ മാനേജറിൻ്റെ സ്കിൽസുകളുടെ ഉപയോഗം ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ
പ്ലാൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുമ്പോഴും സ്റ്റാഫ് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴും കൺട്രോൾ ചെയ്യുമ്പോഴും കോർഡിനേറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. നെക്സ്റ്റ്, ഓവർകമ്മിങ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ചസ്. ഈ ഓവർകമ്മിങ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ പൊതുവേ ആളുകൾ എതിർക്കുന്നുണ്ട്. കാരണം ഇത് അവരുടെ നിലവിലുള്ള ബിഹേവിയറൽ മെത്തേഡ്സിൽ മാറ്റം വരുത്തുന്നുണ്ട്. ആ ഒരു ഓൺട്രപ്രണേഴ്സ് എല്ലായ്പ്പോഴും ആദ്യം തൻ്റെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺസെപ്റ്റുകൾ അതൊക്കെ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കാറ്റലിസ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുടെ പുതിയ ഉപയോഗങ്ങൾ കണ്ടെത്തുന്നതിലൂടെയും അവയുടെ ഉപയോഗം പരമാവധി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിൽ ഒരു ഓൺട്രപ്രണേഴ്സ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ കാറ്റലിസ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണർ എന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. റോൾ ഓഫ് എൻട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഫസ്റ്റ് പോയിൻ്റാണ് പ്രൊവൈഡ് എ ബേസ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ഒരു ബേസ് നൽകുക. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ഇന്നൊവേഷൻസ് ആൻഡ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ്സ്, കൂടുതലായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻക്രീസിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ്. ഇൻക്രീസിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് കൂടുതലായിട്ട് ഉയർത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ്, പ്രൊമോട്ടിങ് ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് അനുസരിച്ച് എന്താണ് പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ ദ എക്സ്പോർട്ട് ട്രേഡേഴ്സ് ഇൻക്രീസ് ചെയ്യിക്കുക, കയറ്റുമതി വ്യാപാരം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് ഇസ് റെഡ്യൂസിങ് സോഷ്യൽ ടെൻഷൻ എമംഗ് യൂത്ത്. എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സോഷ്യലി അല്ല ടെൻഷൻസ് കുറയ്ക്കുക. ആർക്കിടയിൽ ഈ യൂത്തേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യൂത്തേഴ്സിൻ്റെ ഇടയിൽ തന്നെ അവർക്കുള്ള ഓൺട്രപ്രണേഴ്സിനുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു ടെൻഷൻസ് എന്താണ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വുമൺ ഓൺട്രപ്രണർഷിപ്പ്. എന്താണ് ഒരു വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ ഓൺട്രപ്രണേഴ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ വുമൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വുമൺ ഹു ഇനീഷ്യേറ്റീവ്, ഓർഗനൈസ് ആൻഡ് operate a business enterprise. The government of India defined a woman entrepreneurship as an enterprise owned and controlled by a woman having a minimum financial interest of 51% of his capital and giving at least 51% of the employment generated in the enterprise to women. ഈ വുമൺ ഓൺട്രപ്രണർ അഥവാ വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ മുൻകൈ എടുക്കുകയും ഓർഗനൈസ് ചെയ്യുകയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളായിട്ട് വരുന്നവരെയാണ് ഈ പറയുന്ന വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവർ ക്യാപിറ്റലിൻ്റെ 51% മിനിമം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിക്കുന്നതുമായ ഒരു എൻ്റർപ്രൈസ് എന്നാണ് നമ്മൾ ഈ പറയുന്ന വുമൺ ഓൺട്രപ്രണർ അല്ലെങ്കിൽ വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് നിർവചിച്ചിരിക്കുന്നത്. എൻ്റർപ്രൈസിൽ സൃഷ്ടിക്കുന്ന തൊഴിലിൻ്റെ 51% എങ്കിലും വുമൺസിന് നൽകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓൺട്രപ്രണേഴ്സിനെ പറയുന്ന പേരാണ് വുമൺ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോബ്ലംസ് ഓഫ് വുമൺ ഓൺട്രപ്രണേഴ്സ്. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്നതാണ്. അതിൽ
First one, family restriction. Women are expected to spend more time with their family members. They do not encourage women to travel extensively to exploiting business opportunities. ഈ ഫാമിലി റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ ഫാമിലിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവർ ബിസിനസ്സിലെ ഓപ്പർച്യൂണിറ്റീസുകൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ധാരാളം ട്രാവൽ ചെയ്യേണ്ട ഇതുണ്ട്. അതുമാത്രമല്ല അവർ ഒരു വുമൺസ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള പ്രോത്സാഹനം അവർക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഫിനാൻസിലുള്ള അഭാവം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭാവം അല്ലെങ്കിൽ പ്രതിസന്ധി. ഫാമിലി മെമ്പേഴ്സ് ഡു നോട്ട് എൻകറേജ് ദ വുമൺ ഓൺട്രപ്രണേഴ്സ്. ദേ hesitate to invest money in the business venture initiated by women entrepreneurs. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസിന് ഒരു വുമൺ ഓൺട്രപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അഥവാ ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് ആരംഭിച്ച ഒരു അതിൻ്റെ ബിസിനസ് എൻ്റർപ്രൈസ് അതിലെന്താണ് ഫിനാൻഷ്യലി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഭാവം മൂലം നമുക്ക് എന്താണ് ഇതിൽ കുറേ പ്രോബ്ലംസ് നേരിടേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. വുമൺസ് ആർ ജനറലി denied of higher education, especially in rural area and underdeveloped countries. Women are not allowed to enrich their knowledge in technical and research area to introduce new product. ഇവിടെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവേ തന്നെ ഹയർ എഡ്യൂക്കേഷൻസ് നിഷേധിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ റൂറൽ ഏരിയാസിലുള്ളതും അതുപോലത്തെ അൺഡെവലപ്ഡ് ആയുള്ള കൺട്രീസുകളിലുമുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള പ്രോഡക്ട്സ് അത് അവതരിപ്പിക്കുന്നതിന് ടെക്നോളജിക്കലി ആയിട്ടുള്ള റിസർച്ച് ഏരിയാസുകളിൽ അവരുടെ അറിവ് അത് സമ്പുഷ്ടമാക്കാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റോൾ കോൺഫ്ലിക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ് ആർ ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ദാൻ കരിയർ ആൻഡ് സോഷ്യൽ ലൈഫ് ഈസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഈ റോൾ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ കരിയറിനേക്കാളും കൂടുതലായിട്ട് സാമൂഹിക ജീവിതത്തോടും അതുപോലെ തന്നെ വിവാഹത്തിനോടും കുടുംബജീവിതത്തിനോടുമാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. കരിയറിനേക്കാളും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെക്കാളും കൂടുതലായിട്ട് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ ഫാമിലി ലൈഫിനും അതുപോലെ തന്നെ മാരേജിനുമാണ് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. നെക്സ്റ്റ്, അൺഫേവറബിൾ എൻവയോൺമെൻറ്റ്. The society is dominated by makes many businessmen are not interested to have business relationship with a woman. Entrepreneurs male generally do not encourage women entrepreneurs. ഇവിടെ പറയുന്നത് എന്താണ്? അൺഫേവറബിൾ എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ പുരുഷന്മാരുടെ ആധിപത്യം പുലർത്തുകയും അതുപോലെ തന്നെ വുമൺ ഓൺട്രപ്രണേഴ്സിനുമായിട്ട് ഒരു ബിസിനസ് റിലേഷൻസ് പുലർത്താൻ പല ബിസിനസ് പേഴ്സൺസിനും ഇൻട്രസ്റ്റ് ഇല്ല. അതുമാത്രമല്ല ഈ പറയുന്ന പുരുഷന്മാർക്ക് പൊതുവെ വുമൺ ഓൺട്രപ്രണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അഥവാ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് ഇൻ നാച്ചർ. Women generally have sympathy for others. They are very emotional. The nature should not allow them to get easily created in business. ഈ ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് ഇൻ നാച്ചർ എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ മറ്റുള്ളവരോട് ഒരു സിമ്പതി ഉണ്ടായിരിക്കും. അവർ വളരെ വൈകാരികമായതുകൊണ്ടാണ് അത്രയും അവർക്ക് സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല ഒരു ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ്സിൽ എളുപ്പത്തിൽ ഈ സ്ത്രീകൾക്ക് വഞ്ചിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു അഭാവം അവർ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം അവർ അനുവദിക്കുന്നില്ല. ഈ ഒരു സ്വഭാവമാണ്, അഭാവമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവെ എന്താണ് സിമ്പതി ഇതൊക്കെ കൂടുതലാണ്.
സഹാനുഭൂതി അങ്ങനത്തെ കാര്യം കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല എന്നാണ് പറയുന്നത്. ആ ബിസിനസ് അഥവാ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ തന്നെ അവരതിൽ വഞ്ചിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് മെൻ്റൽ സ്ട്രെങ്ത്. ബിസിനസ് ഇൻവോൾവ്സ് ദ റിസ്ക്. വുമൺ ഓൺട്രപ്രണേഴ്സ് ഗെറ്റ് അപ്സെറ്റ് വെരി ഈസിലി വെൻ ലോസ് അറൈസസ് ഇൻ ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ റിസ്ക് ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ബിസിനസ്സിൽ ലോസ് സംഭവിക്കുമ്പോൾ വുമൺ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ച് അവർ വളരെ ഈസി ആയിട്ട് അതിൽ അസ്വസ്ഥരാവാറുണ്ട് എന്നാണ്, അപ്സെറ്റ് ആവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻസ്. ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ വുമൺ ഓൺട്രപ്രണേഴ്സ് ആർ നോട്ട് ജനറലി അവെയർ ഓഫ് ദ സബ്സിഡീസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് അവൈലബിൾ ഫോർ ദം. ലാക്ക് ഓഫ് നോളജ് മേ പ്രിവെൻറ്റ് ദം ഫ്രം അവൈലിംഗ് സ്പെഷ്യൽ സ്കീംസ്. ഇവിടെ പറയുന്നത് ഇപ്പോൾ വുമൺ ഓൺട്രപ്രണേഴ്സിനെ പൊതുവെ അവർക്ക് ലഭിക്കുന്ന സബ്സിഡികളുടെയും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളുടെയും കുറച്ച് അറിയില്ല. ഈ വുമൺ ഓൺട്രപ്രണേഴ്സിന് അവർക്ക് ലഭിക്കുന്ന സബ്സിഡി അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ ഇതിനൊന്നും കുറിച്ച് ഇവർക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. അങ്ങനെ അറിവില്ലായ്മ ഒരു പ്രത്യേകമായുള്ള പദ്ധതികൾ ഇതൊന്നും നേടുന്നതിന് നിന്ന് ഇവരെ തടുത്തേക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റിഫ് കോമ്പറ്റീഷൻ. സ്റ്റിഫ് കോമ്പറ്റീഷൻ എന്ന് പറയുകയാണെങ്കിൽ വുമൺ ഫേസ് ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം മെൻ. ഡ്യൂ ടു ലിമിറ്റഡ് മൊബിലിറ്റി ദേ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു കംപ്ലീറ്റ് വിത്ത് മെൻ. സ്റ്റിഫ് കോമ്പറ്റീഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് ധാരാളം കോമ്പറ്റീഷൻസ് നേരിടേണ്ടി വരുന്നുണ്ട്. അതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള മൊബിലിറ്റീസ്, ആ മൊബിലിറ്റീസ് കാരണം അവർക്ക് പുരുഷന്മാരുമായിട്ടുള്ള കോമ്പറ്റീഷൻസ് പ്രയാസമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മൊബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ മൂവിങ് ഇൻ ആൻഡ് അറൗണ്ട് ദ മാർക്കറ്റ് ഈസ് എഗെയിൻ എ ടഫ് ജോബ് ഫോർ മിഡിൽ ക്ലാസ് വുമൺ ഓൺട്രപ്രണേഴ്സ് ഇൻ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലും അതുപോലെ തന്നെ പരിസരത്തും നീങ്ങുന്നത് ഇന്ത്യൻ സാമൂഹിക ഇൻഡസ്ട്രിയിലെ ഒരു തരം വുമൺ ഓൺട്രപ്രണേഴ്സർക്ക് വീണ്ടും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒന്നാമത് പറയുന്നത് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൽ ഈ വുമൺ ഓൺട്രപ്രണേഴ്സിന് ടഫായുള്ള ജോബായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് അവർക്ക് ഒരു മാർക്കറ്റിലുള്ള എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യാനും അത് ഈസി ആയിട്ട് ചെയ്യാനും ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ മൊബിലിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ മൊബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിലെ ഒരു വുമൺ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത് റെമഡിയൽ മെഷേഴ്സ്. ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ചില മെഷേഴ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പ്രൊമോഷണൽ ഹെൽപ്പ്. പ്രൊമോഷണൽ ഹെൽപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ആൻഡ് NGO മസ്റ്റ് പ്രൊവൈഡ് ദ അസിസ്റ്റൻറ്റ് ടു എൻട്രപ്രണേഴ്സ് ബോത്ത് ഇൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഏരിയാസ്. ഇവിടെ പ്രൊമോഷൻ ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റും ഏജൻസിയും ഫിനാൻഷ്യലി ആയിട്ടും നോൺ ഫിനാൻഷ്യലി ആയിട്ടുള്ള ഏരിയാസുകളിൽ വുമൺ ഓൺട്രപ്രണേഴ്സിന് ഹെൽപ്പ് നൽകണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ, ട്രെയിനിങ്. വുമൺ ഓൺട്രപ്രണേഴ്സ് മസ്റ്റ് ബി ഗിവൺ ട്രെയിനിങ് ടു ഓപ്പറേറ്റ് ആൻഡ് റൺ എ ബിസിനസ് സക്സസ്ഫുള്ളി. ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ടു വുമൺ ഹൂ ആർ still reluctant to take up the entrepreneurial task. ഇവിടെ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് നടത്താനും പ്രവർത്തിപ്പിക്കാനും വുമൺ ഓൺട്രപ്രണേഴ്സിന് ട്രെയിനിങ് നൽകണം. അതുമാത്രമല്ല, ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ ഇപ്പോഴും വിമുഖത കാണിക്കുന്ന വുമൺസിന് അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ്സ് നൽകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് മിഷനറി ആൻഡ് ടെക്നോളജി. വുമൺ റിക്വയർ അസിസ്റ്റൻസ് ഇൻ സെലക്ഷൻ ഓഫ് മിഷനറി ആൻഡ് ടെക്നോളജി. അസിസ്റ്റൻസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ദം ഇൻ ടെക്നിക്കൽ ഏരിയ സോ ദാറ്റ് ദ ബിസിനസ് അൺടിൽ ബിക്കം സക്സസ്ഫുൾ. ഇവിടെ സെലക്ഷൻ ഓഫ് മിഷനറി ആൻഡ് ടെക്നോളജി എന്ന് പറയുകയാണെങ്കിൽ ഈ മിഷനറീസും അതുപോലെ തന്നെ ടെക്നോളജീസും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിന് വുമൺസിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ സ്ത്രീകളുടെ സഹായം ആവശ്യമാണ്. അതുമാത്രമല്ല, ടെക്നോളജി ഏരിയാസുകളിൽ ടെക്നോളജി സെക്ടേഴ്സുകളിൽ അവർക്ക്
സഹായം നൽകേണ്ടതിനാൽ തന്നെ ഈ ബിസിനസ് യൂണിറ്റ് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫിനാൻസ് ഈസ് വൺ ഓഫ് ദ മേജർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ വുമൺ ഓൺട്രപ്രണേഴ്സ്. ബോത്ത് ഫാമിലി ആൻഡ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഷുഡ് ബി ലിബറൽ ഇൻ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് നേരിടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്നതിൽ നിന്ന് കുടുംബവും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും അതിൻ്റേതായൊരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഡ്യൂ ടു ലിമിറ്റഡ് മൊബിലിറ്റി വുമൺ are unable to market their goods. Assistance must be provided to help them to market their goods successfully in the economic development. ഇവിടെ പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള മൊബിലിറ്റീസ്, അത് കാരണം വുമൺസിന് അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല ഫിനാൻഷ്യലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ, സാമ്പത്തികമായുള്ള എൻവയോൺമെൻറ്റിൽ തങ്ങളുടെ സാധനങ്ങൾ സക്സസ്ഫുള്ളായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്. നെക്സ്റ്റ് ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാമിലി ഷുഡ് support women entrepreneurs and encourage them to establish and run business successfully. ഈ ഫാമിലീസ് വുമൺ ഓൺട്രപ്രണേഴ്സിനെ പിന്തുണയ്ക്കുകയും ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് സ്ഥാപിക്കാനും പ്രൊമോട്ട് ചെയ്യാനും അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണെന്ന്. ഡിഫൈൻ വുമൺ ഓൺട്രപ്രണേഴ്സ്, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ വുമൺ ഓൺട്രപ്രണേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വുമൺ ഓൺട്രപ്രണേഴ്സ് ഡിഫൈൻ ചെയ്യുക. 2019, 2016, 2015 വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ റെമഡീസ് ടു സോൾവ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ വുമൺ ഓൺട്രപ്രണേഴ്സ്? 2018 ചോദിച്ചാണ് അതിൻ്റെ റെമഡീസ് സോൾവ് ചെയ്യാനുള്ളത്. ഡിഫൈൻ ദ വുമൺ ഓൺട്രപ്രണേഴ്സ് 2016, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് 2016-15 ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് 2014 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയാൻ വെച്ചത്, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ വുമൺ ഓൺട്രപ്രണേഴ്സ്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പല രീതിയിലും ചോദിക്കുക. ചലഞ്ചസ് ആൻഡ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ വുമൺ ഓൺട്രപ്രണേഴ്സ്, അത് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.